ഹായ് സ്റ്റുഡൻസ്, നമ്മളിത് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ 9ാമത്തെ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ DBMS എന്നൊരു സോഫ്റ്റ്വെയർ ആണ് പരിചയപ്പെടാൻ പോകുന്നത്. കായിക മത്സരങ്ങളുടെ ലൈവ് സംരക്ഷണത്തിനിടയിൽ മത്സരത്തെക്കുറിച്ചും കളിക്കാരെക്കുറിച്ചും കളി നടക്കുന്ന വേദിയെക്കുറിച്ചുമുള്ള പല വിവരങ്ങളും ടെലിവിഷനിൽ കാണിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. കളിക്കിടയിൽ രസകരവും സാന്ദർഭികവുമായ വിവരങ്ങൾ ഞൊടിയിടയിൽ ലഭ്യമാകുന്നത് എങ്ങനെയെന്ന് ആലോചിച്ചിട്ടുണ്ടോ? മത്സരങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം വിവരങ്ങളെല്ലാം മുൻകൂട്ടി ശേഖരിച്ചു വെച്ച ഡേറ്റാബേസ് സംവിധാനത്തിൻ്റെ സഹായത്തോടെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഡേറ്റാബേസ് എന്ന സങ്കേതം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഏതാനും കാര്യങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിശദാംശങ്ങളും ടെലിവിഷനിൽ പ്രദർശിപ്പിക്കുന്നത്, പരീക്ഷാഫലങ്ങളും വിശകലനങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന ഈ രീതിയിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അതുപോലെ ഇവിടെ ഒരു ലിബ്രെ ഓഫീസ് കാൽക്ക് തന്നിട്ടുണ്ട്. നോക്കിയേ, ഇവിടെ 1992 എത്ര റൺസ് ഉണ്ട്, അതുപോലെ 2023 എത്ര റൺസ് ഉണ്ട്, ഇങ്ങനെ ഓരോ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി 2003 നടന്ന ക്രിക്കറ്റ് ലോകകപ്പിൽ ജേതാവായ രാജ്യം, പ്രസ്തുത ടൂർണമെൻറ്റിൽ മികച്ച കളിക്കാരൻ, അദ്ദേഹത്തിൻ്റെ രാജ്യം, ക്രിക്കറ്റ് ലോകകപ്പിൽ ചാമ്പ്യനായ രാജ്യത്തിൻ്റെ കളിക്കാരൻ ആ ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരനായത് എത്ര പ്രാവശ്യം, ഇങ്ങനെ പല ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണം. അങ്ങനെ പല ഡീറ്റെയിൽസ് നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല അല്ലേ. അപ്പോൾ അതിനായിട്ട് പല ടേബിളുകൾ നോക്കണം. നോക്കിയേ, ഇവിടെ കൺട്രി എന്ന പേരിലുള്ളൊരു ടേബിളുണ്ട്, ഇവിടെ പ്ലെയർ എന്ന പേരിലൊരു ടേബിളുണ്ട്, ഇവിടെ മാച്ചസ് എന്ന പേരിലൊരു ടേബിളുണ്ട്. ഇങ്ങനെ പല ടേബിളുകളിലെ ഡീറ്റെയിൽസ് എടുത്താൽ മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് DBMS, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. DBMS അഥവാ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇനി ഒരു ടോപ്പിക്കാണ് ഡേറ്റാബേസ്. ഡേറ്റാബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത്തരത്തിലുള്ള പരസ്പര ബന്ധമുള്ള വിവരങ്ങൾ ചിട്ടയോടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പട്ടികകളുടെ സഞ്ചയത്തെയാണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആ ടേബിളുകളെല്ലാം കൂടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെ പറയുന്നതാണ് ഡേറ്റാബേസ്. എക്സാമ്പിളായിട്ട് ഇവിടെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റാബേസാണ്. അവിടെ കൺട്രി, പ്ലെയർ, മാച്ചസ് എന്നീ 3 പേരിലുള്ള ടേബിളുകളുണ്ട്. മനസ്സിലായോ? ക്രിക്കറ്റ് വേൾഡ് കപ്പ് എന്ന് പറയുന്ന ഡേറ്റാബേസിലെ 3 ടേബിളുകളാണ് കൺട്രി, പ്ലെയർ ആൻഡ് മാച്ചസ്. ഇനി നമ്മളോട് ടെക്സ്റ്റിൽ പറഞ്ഞനുസരിച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡേറ്റാബേസ് SQLite ഉപയോഗിച്ചാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മൾ ഷോ ആപ്ലിക്കേഷൻസിൽ ഡേറ്റാബേസ്, ഇവിടെ DB ബ്രൗസർ എന്ന് പറഞ്ഞ് കാണുന്നതാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഇവിടെ ന്യൂ ഡേറ്റാബേസ് കൊടുക്കുക. ന്യൂ ഡേറ്റാബേസ് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് സേവ് ചെയ്യേണ്ട പേര് ക്രിക്കറ്റ് വേൾഡ് കപ്പ് എന്ന് സേവ് ചെയ്യുക. ക്രിക്കറ്റ് വേൾഡ് കപ്പ് എന്ന പേരിൽ നമ്മൾ സേവ് ചെയ്യുന്നു. ഓക്കെ, സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ടേബിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ടേബിൾ എന്നുള്ളിടത്ത് നമ്മൾ കൺട്രി എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ആഡ് കൊടുക്കുക. ആഡ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മളോട് ടെക്സ്റ്റിൽ പറഞ്ഞ പോലെ ചെയ്യാം. കൺട്രി ID ടെക്സ്റ്റ് പ്രൈമറി കീ. ഇവിടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. കൺട്രി ID, ഇവിടെ ടൈപ്പ് ഏതാണെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ടെക്സ്റ്റ്, അതുപോലെ തന്നെ പ്രൈമറി കീ. അടുത്തത് കൺട്രി നെയിം എന്നുള്ളതും ടെക്സ്റ്റ് ആണ്. അത് കിട്ടാനായിട്ട് നമ്മൾ വീണ്ടും ആഡ് ബട്ടണിൽ പ്രസ് ചെയ്യുക. കൺട്രി നെയിം എന്ന് കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ ടൈപ്പ് ടെക്സ്റ്റ് ആക്കി കൊടുത്തു. ഓക്കെ, ഈ 2 ഫീൽഡുകളാണ് നമ്മളോട് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ OK ബട്ടൺ പ്രസ് ചെയ്യുക. OK ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ദേ നമ്മുടെ ഇവിടെ കൺട്രി വന്നിട്ടുണ്ട്. നമ്മുടെ ആ ടേബിൾ ഇവിടെ വന്നിട്ടുണ്ട്. കൺട്രി ID, കൺട്രി നെയിം. ഇനി അടുത്തായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്
അതിനകത്ത് ഡീറ്റെയിൽസ്, ഈ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ബ്രൗസ് ഡേറ്റ എടുത്തതിന് ശേഷം ടേബിൾ സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് പ്രത്യേകിച്ച് സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം നമുക്കിവിടെ ഫീൽഡുകൾ ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇൻസേർട്ട് എ ന്യൂ റെക്കോർഡ് ഇൻ ദ കറണ്ട് ടേബിൾ. അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നൾ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ടെക്സ്റ്റിൽ നോക്കി അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ആദ്യത്തെ C100 പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കൊടുത്തു. വീണ്ടും നമ്മൾ ഇവിടെ ഇൻസേർട്ട് കൊടുക്കുക. അപ്പോൾ പുതിയൊരു ഫീൽഡ് വരും, അവിടെ അടുത്തത് കൊടുക്കുക. C101 ശ്രീലങ്ക. ഇതുപോലെ വീണ്ടും എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. ഈ ടേബിളിൽ നോക്കി അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ഈ ഒരു രീതിയിൽ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം റൈറ്റ് ചേഞ്ചസ് കൊടുക്കുക. അപ്പോൾ അത് സേവ് ആയിക്കൊള്ളും. അതിനുശേഷം നമുക്ക് അടുത്ത 2 ടേബിളും കൂടി ചെയ്യാനുണ്ട്. അടുത്ത ടേബിളാണ് പ്ലെയർ ടേബിൾ. അപ്പോൾ നമ്മൾ ഡേറ്റാബേസ് സ്ട്രക്ചറിലേക്ക് വരിക. അതിനുശേഷം ക്രിയേറ്റ് ടേബിൾ കൊടുക്കുക. ഇവിടെ ടേബിളിൻ്റെ പേര് പ്ലെയർ എന്ന് കൊടുക്കുക. എന്നിട്ട് ഫീൽഡുകൾ ആഡ് ചെയ്യാം. ആദ്യത്തേത് പ്ലെയർ ID, പ്ലെയർ ID എന്നുള്ളത് പ്ലെയർ ID ടെക്സ്റ്റ് ആണ്. പ്രൈമറി കീ കൊടുക്കുക. അതിനുശേഷം വീണ്ടും ആഡ് ചെയ്യുക പ്ലെയർ ID, പ്ലെയർ നെയിം, അതും ടെക്സ്റ്റ് ആണ്. വീണ്ടും ആഡ് ചെയ്യുക. അടുത്ത ടോട്ടൽ റൺസ്, എന്നുള്ളത് ഇൻറ്റിജർ ആണ്, അതിന് മാറ്റമൊന്നും വരുത്തണ്ട. വീണ്ടും ആഡ് ചെയ്യുക. ടോട്ടൽ റൺസ് എന്നുള്ളത് പോയി, അതൊന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ റൺസ് ഇത് ഇൻറ്റിജർ തന്നെ. അടുത്തത് കൺട്രി ID, ഓക്കെ. ഇത്രയും ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം അടുത്ത് നമ്മൾക്ക് ചെയ്യാനുള്ളത് മാച്ചസ് ടേബിളാണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ടേബിൾ കൊടുക്കുക. ഇവിടെ ടേബിളിൻ്റെ പേര് മാച്ചസ്. അതിനകത്ത് ഫീൽഡുകൾ ആഡ് ചെയ്യുക. ആദ്യത്തെ ഫീൽഡ് എന്ന് പറയുന്നത് ഇയർ ആണ്. ഇയർ ഇൻറ്റിജർ ആണ്. വീണ്ടും ആഡ് ചെയ്യുക. അടുത്ത ടേബിള് വിന്നറാണ്. വിന്നർ എന്നുള്ളത് ടെക്സ്റ്റ് ആണ്. അടുത്ത ബെസ്റ്റ് പ്ലെയർ. ഓക്കെ, അതിനുശേഷം ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ
ഈ ടേബിളിനകത്ത് ഡേറ്റാസ് എല്ലാം നമുക്ക് എൻ്റർ ചെയ്യണം അല്ലേ? പറഞ്ഞിരിക്കുന്ന ഡേറ്റാസ് എല്ലാം നമുക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ ബ്രൗസ് ഡേറ്റ എടുക്കുക. ഇവിടുന്ന് ടേബിൾ കണ്ടോ, നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ടേബിളുകളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. കൺട്രി ഉണ്ട്, മാച്ചസ് ഉണ്ട്, പ്ലെയർ ഉണ്ട്. ഇനി നമുക്ക് പ്ലെയർ ടേബിൾ എടുത്തിട്ട് ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എൻ്റർ ചെയ്യണം. പ്ലെയർ ഐ ഡി കൊടുക്കണം, പ്ലെയർ നെയിം, ടോട്ടൽ റൺസ്, കൺട്രി ഐ ഡി. നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ ഇൻസേർട്ട് എ ന്യൂ റെക്കോർഡ് കൊടുക്കുക. ഇവിടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ടേബിളിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ റൈറ്റ് ചേഞ്ചസ് കൊടുത്ത് സേവ് ചെയ്യാം. നമ്മളിവിടെ 3 ടേബിളുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടേബിളുകൾ കാണാനായിട്ട് ഇവിടെ ആരോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. പ്ലെയർ, മാച്ചസ്, കൺട്രി നമ്മൾ ക്രിയേറ്റ് ചെയ്ത 3 ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഈ ഡേറ്റാ ബേസിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് വിവരങ്ങൾ കണ്ടെത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കർ എത്ര റൺസ് എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇതൊരു ചെറിയ ടേബിളും കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ ഈ ടേബിളിൽ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. പക്ഷേ ആയിരക്കണക്കിന് പ്ലെയേഴ്സിൻ്റെ പേരുകളും ഡീറ്റെയിൽസും ഉള്ളതാണെങ്കിലോ നമുക്കത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അതിനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് SQL ക്വറികൾ. SQL എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഇത് ഇംഗ്ലീഷ് പോലെ തന്നെ ലളിതമായിട്ടുള്ള ഒരു ലാംഗ്വേജാണ്. ഇതിൽ നിന്ന് വിവരങ്ങൾ തിരഞ്ഞെടുക്കാൻ മാത്രമല്ല ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഇൻസേർട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഇനി നമ്മളോട് ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സച്ചിൻ തെണ്ടുൽക്കർ എത്ര റൺസ് എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് അതിൻ്റെ ക്വറി ഒന്ന് ടൈപ്പ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ എക്സിക്യൂട്ട് SQL എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ടെക്സ്റ്റിൽ നോക്കി സ്പെല്ലിങ് തെറ്റാതെ അതുപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വരും. അത് നമുക്കൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ടോട്ടൽ റൺസ് ഫ്രം പ്ലെയർ വെയർ പ്ലെയർ നെയിം. പ്ലെയർ നെയിം ഈസ് ഈക്വൽ ടു സിംഗിൾ കോട്ട്സിനുള്ളിൽ വേണം പേര് കൊടുക്കാൻ. ടെക്സ്റ്റ് ആയതുകൊണ്ട് അത് സിംഗിൾ കോട്ട്സിനുള്ളിൽ വേണം കൊടുക്കാൻ. ഓക്കെ, ഇവിടെ നോക്കിയാൽ സെലക്ട് ടോട്ടൽ റൺസ് ഈ രീതിയിൽ വേണം കൊടുക്കാൻ. സെലക്ട് ടോട്ടൽ റൺസ് ഫ്രം പ്ലെയർ. നമ്മുടെ ടേബിളിൻ്റെ പേരാണ് പ്ലെയർ. വെയർ, ഇനി നമ്മളൊരു കണ്ടീഷൻ പറയാണ്. വെയർ പ്ലെയർ നെയിം ഈസ് ഈക്വൽ ടു സച്ചിൻ തെണ്ടുൽക്കർ. നമുക്ക് ആരുടെ പേരിലുള്ളതാണ്, ആരുടെയാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അത് നമുക്ക് ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുക്കാം. ഇത്രയും കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, എക്സിക്യൂട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്വറി കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ക്വറി കൊടുക്കേണ്ടത്. ഇനി അടുത്തായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്ലെയർ ടേബിളിലുള്ള 765 റൺസ് നേടിയ കളിക്കാരൻ്റെ പേര് പ്രദർശിപ്പിക്കാനുള്ള SQL ക്വറി. മനസ്സിലായോ? 765 റൺസ് നേടിയ കളിക്കാരൻ്റെ പേരാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിനായിട്ട് എങ്ങനെ ക്വറി കൊടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്പൺ ടാബ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് പുതിയൊരു വിൻഡോയിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെടുക്കുക. അതിനുശേഷം ഇവിടെ ടൈപ്പ് ചെയ്യുക. സെലക്ട്, നമുക്ക് വേണ്ടത് പ്ലെയർ നെയിം അല്ലേ? അപ്പം പ്ലെയർ നെയിം കൊടുക്കുക. പ്ലെയർ നെയിം ഫ്രം എവിടെ നിന്നാണ് നമുക്ക് വേണ്ടത്? പ്ലെയർ എന്ന ടേബിളിൽ നിന്നല്ലേ? പ്ലെയർ വെയർ, പിന്നെ കണ്ടീഷൻ പറയുകയാണ് ടോട്ടൽ റൺസ്. സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ വേണം കൊടുക്കാൻ. ടോട്ടൽ റൺസ്
ഈസ് ഈക്വൽ ടു 765. ഇവിടെ നമുക്ക് സിംഗിൾ കോട്ട്സിൽ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഇത് ഇൻറ്റിജർ ആണ്. ടെക്സ്റ്റ് ആണെങ്കിലാണ് നമ്മൾ സിംഗിൾ കോട്ട്സിൽ കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, വിരാട് കോഹ്ലി എന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടി. ഇനി ടെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു, കൂടുതൽ SQL ക്വറികൾ. ഓക്കെ, സെലക്ട് പ്ലെയർ നെയിം ഫ്രം പ്ലെയർ വെയർ ടോട്ടൽ റൺസ് ഗ്രേറ്റർ ദാൻ 300. എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 300-ൽ കൂടുതൽ റൺസ് നേടിയ കളിക്കാരുടെ പേര് ലഭിക്കുന്നതിനാണ് ഇങ്ങനൊരു ക്വറി. നിങ്ങളിത് എല്ലാം ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കറക്റ്റ് അതിൻ്റെ റിസൾട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് സെലക്ട് പ്ലെയർ നെയിം ഫ്രം പ്ലെയർ വെയർ ടോട്ടൽ റൺസ് ബിറ്റ്വീൻ 200 ആൻഡ് 400. 200-നും 400-നും ഇടയിൽ റൺസ് നേടിയ പ്ലേയേഴ്സിൻ്റെ നെയിം ആയിരിക്കും ഇവിടെ ഈ ഒരു ക്വറി കൊടുക്കുമ്പം നമുക്ക് കിട്ടുന്നത്. അത് വേണം ഇവിടെ എഴുതാൻ. അടുത്തത് സെലക്ട് പ്ലെയർ ID പ്ലെയർ നെയിം ഫ്രം പ്ലെയർ വെയർ കൺട്രി ID ഈസ് ഈക്വൽ ടു C103. C103-യിലുള്ള പ്ലെയർ ID പ്ലെയർ നെയിമും ഡിസ്പ്ലേ ചെയ്യാനാണ് ഈ ക്വറി കൊടുക്കുന്നത്. അടുത്തത് സെലക്ട് സ്റ്റാർ ഫ്രം പ്ലെയർ. സെലക്ട് സ്റ്റാർ ഫ്രം പ്ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്ലെയർ എന്ന് പറയുന്ന ടേബിളിലെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് സെലക്ട് സ്റ്റാർ ഫ്രം പ്ലെയർ എന്ന ക്വറി കൊടുക്കുന്നത്. അടുത്തത് സെലക്ട് പ്ലെയർ ID പ്ലെയർ നെയിം ഫ്രം പ്ലെയർ വെയർ കൺട്രി ID ഇൻ ബ്രാക്കറ്റിനുള്ളിൽ C103 C105. അതായത് ഈ രണ്ട് കൺട്രിയിലുമുള്ള പ്ലെയേഴ്സിൻ്റെ പ്ലെയർ ID പ്ലെയർ നെയിമും ഡിസ്പ്ലേ ചെയ്യാനുള്ള ക്വറിയാണ് ഇവിടെ. ഇനി ഇവിടെ ഒരു യൂസ് തന്നിട്ടുണ്ടല്ലേ, 400-ൽ താഴെ റൺസ് നേടിയ കളിക്കാരുടെ പേര് ലഭിക്കുന്നതിന് ഏത് ക്വറിയാണ് കൊടുക്കേണ്ടത്? നമ്മുടെ ഈ ആദ്യത്തെ ക്വറിയില്ലേ, അതുപോലെ തന്നെ കൊടുക്കുക. സെലക്ട് പ്ലെയർ നെയിം ഫ്രം പ്ലെയർ വെയർ ടോട്ടൽ റൺസ് ലെസ് ദാൻ 400 കൊടുക്കണം. മനസ്സിലായോ? 400-ൽ താഴെ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ലെസ് ദാൻ 400 കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു ടേബിളിലുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ കണ്ടതല്ലേ. ഇനി നമുക്ക് 2 ടേബിളിലുള്ള ഡീറ്റെയിൽസ് വേണം. ഇവിടെ നോക്കിയേ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സനത് ജയസൂര്യ ഏത് കൺട്രിയിലുള്ള ആളാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സനത് ജയസൂര്യ. നമ്മുടെ പ്ലെയർ ടേബിൾ ഒന്ന് നോക്കി. നമ്മുടെ പ്ലെയർ ടേബിളിൽ എന്തൊക്കെയാണ് ഉള്ളത്? പ്ലെയർ ID പ്ലെയർ നെയിം ടോട്ടൽ റൺസ് കൺട്രി ID ഉള്ളൂ, പക്ഷേ കൺട്രിയുടെ നെയിം ഇല്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സനത് ജയസൂര്യ ഏത് കൺട്രിയിലുള്ള ആളാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ കൺട്രിയുടെ നെയിം ഉള്ളത് എവിടെയാണ്? കൺട്രി ടേബിളിലാണ് അല്ലേ. ഉണ്ടോ? ഇവിടെയാണ് കൺട്രിയുടെ നെയിം ഉള്ളത്. അപ്പോൾ നമുക്ക് 2 ടേബിളിൽ നിന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് വേണം. നോക്കിയേ, കൺട്രി ടേബിൾ പ്ലെയർ ടേബിളിൽ നിന്നും കൺട്രി ടേബിളിൽ നിന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് വേണ്ടത്. ഇതിനെ തമ്മിൽ യോജിപ്പിക്കാനായിട്ട് ഒരു കോമൺ ഫീൽഡ് ഉണ്ട്. ഏതാണ്? കൺട്രി ID അല്ലേ. പ്ലെയർ ടേബിളിലും കൺട്രി ID എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്, കൺട്രി ടേബിളിലും കൺട്രി ID എന്ന് പറയുന്നൊരു കോളം ഉണ്ട്. ഇതുവഴി നമുക്ക് സനത് ജയസൂര്യയുടെ കൺട്രി കണ്ടുപിടിക്കാം. ഇനി ഇവിടെ നോക്കിയേ, ഈ കൺട്രി ടേബിളിലെ ഈ കൺട്രി ID പ്രൈമറി കീ എന്നും ഈ പ്ലെയർ ടേബിളിലെ കൺട്രി ID ഫോറിൻ കീ എന്നുമാണ് പറയുന്നത്. മനസ്സിലായോ? ഇതിനെ പ്രൈമറി കീ എന്നും ഇതിനെ ഫോറിൻ കീ എന്നുമാണ് പറയുന്നത്. ഈ ഫോറിൻ കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 ടേബിളുകളെ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയാണ് എന്തുപയോഗിക്കുന്നത്? ഈ പ്രൈമറി കീ ഫോറിൻ കീ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിനു വേണ്ടി എങ്ങനെയാണ് നമുക്ക് ക്വറി കൊടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ക്വറി ഒന്ന് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ എക്സിക്യൂട്ട് SQL കൊടുക്കുക. ഇത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വിടാം കേട്ടോ. അതിനുശേഷം ഇവിടെ ടൈപ്പ് ചെയ്യാം ടെക്സ്റ്റിലെ നോക്കി തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാം. സെലക്ട് കൺട്രി ID ഫ്രം പ്ലെയർ select country ID. Select country ID from player where player name
ഈസ് ഈക്വൽ ടു സിംഗിൾ കോട്സിനുള്ളിൽ വേണം, ടെക്സ്റ്റ് ആയതുകൊണ്ട് സിംഗിൾ കോട്സിനുള്ളിൽ വേണം ഓക്കെ. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന കുറേ കൺട്രി ഐ ഡി ഡിസ്പ്ലേ ചെയ്യാനാണ് അല്ലേ. സെലക്ട് കൺട്രി ഐ ഡി ഫ്രം പ്ലെയർ വെയർ പ്ലെയർ നെയിം ഈസ് ഈക്വൽ ടു സനത് ജയസൂര്യ. നമുക്കിതിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഉണ്ടോ, കൺട്രി ഐ ഡി കിട്ടി. ഓക്കെ, മനസ്സിലായോ? ഇനി നമ്മൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ അടുത്തത് കൊടുക്കുകയാണ്. ആ ഐ ഡിയിലുള്ള കൺട്രിയുടെ നെയിം ഡിസ്പ്ലേ ചെയ്യണം, അതിനുള്ള ക്വറി കൊടുക്കുകയാണ്. സെലക്ട് കൺട്രി നെയിം select country name from country where country ID is equal to single quotesiനുള്ളിൽ C101 സിംഗിൾ കോട്ട്സ് ക്ലോസ് ചെയ്യാം. ഇതിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ശ്രീലങ്ക അല്ലേ, ശ്രീലങ്ക എന്നുള്ള പേരിൽ നമുക്ക് വന്നിട്ടുണ്ട് കൺട്രി നെയിം. ഈ കൺട്രി ഐ ഡിയിലുള്ള കൺട്രി നെയിം വന്നു. ഇനി നമുക്കിത് രണ്ടും കൂടെ ഒറ്റ ക്വറിയായിട്ട് കൊടുക്കണം. അതിന് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കിയേ. നമ്മളിപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് കൺട്രി നെയിം ഈ ആദ്യം കൊടുത്തതിനെ നമുക്കിവിടുന്ന് കോപ്പി ചെയ്യാം. അതിനായിട്ട് ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്യാൻ വേണമെങ്കിൽ കീബോർഡിൽ Ctrl+C പ്രസ് ചെയ്യാം. Ctrl+C പ്രസ് ചെയ്യുന്നു. അതിനുശേഷം രണ്ടാമത്തെ ഈ ക്വറി എടുക്കുന്നു. സെലക്ട് കൺട്രി നെയിം ഫ്രം കൺട്രി വെയർ കൺട്രി ഐ ഡി ഈസ് ഈക്വൽ ടു, ഈ ഐ ഡി ഈസ് ഈക്വൽ ടു കഴിഞ്ഞിട്ട് ഈ ഐ ഡി അല്ല നമ്മൾ കൊടുക്കേണ്ടത്, ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ആ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ക്വറി വേണം കൊടുക്കാൻ. ഓക്കെ, അതിന് ശേഷം ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം ഒന്ന് റൺ ചെയ്ത് നോക്കുക. ഓക്കെ, കണ്ടോ, ശ്രീലങ്ക. ഈ ഒരു രീതിയിൽ വേണം കൊടുക്കാൻ. നമ്മൾ കൊടുത്തിരിക്കുന്ന ആ രണ്ട് ക്വറിനെ നമ്മൾ ഒറ്റ ക്വറിയാക്കി കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ക്വറിയൊക്കെ കൊടുക്കാൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.